നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന പാതയിൽ അപകടത്തുരുത്തായി അക്കിക്കാവ് മേഖല. കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി ഒരുക്കണമെന്ന് നാട്ടുകാർ. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖാന ഊട്ടുതിരുനാൾ ഭക്തി നിർഭരം. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:15 കൂടിയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തുവിനെതിരെയാണ് പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളുടെ കയ്യിൽ 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ടെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അക്കിക്കാവ് കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടമുണ്ടായത്. എതിർദിശയിൽ നിന്ന് എത്തിയ സ്കൂട്ടർ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ ഇടിച്ചത്. അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികനായ ഇയാൾ സ്വദേശിക്കും സമീപത്തെ സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്ന അഗതിയൂർ സ്വദേശി മണിക്കും പരിക്കുണ്ട്. റോഡിൽ കിടന്നിരുന്ന ടോറസ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസം മുൻപ് അക്കിക്കാവ് കോളേജ് ജംഗ്ഷനിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചിരുന്നു. തുടർച്ചയായ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തിനശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:15 സംഭവം. ഈരാട്ടുപേട്ട സ്വദേശി റഫ്സൽ ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മരക്കമ്പനി. കമ്പനിയിൽ നിന്ന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ജീവനക്കാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. വിലപിടിപ്പുള്ള തേക്ക് മരങ്ങളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖാന ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായി. പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. തിരുനാളിനോടനുബന്ധിച്ച് ഏകദേശം 1/4 ലക്ഷത്തോളം വിശ്വാസികൾക്ക് നേർച്ചയൂട്ട് നൽകി. രാവിലെ 6:30 തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നൊവേനയും തളിയക്കുളക്കരയിൽ നിന്നും കൊടിയേറ്റ് പ്രദക്ഷിണവും നടന്നു. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് എന്നിവർ ചേർന്ന് ഊട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ജൂലൈ 11, 12 തീയതികളിൽ നടത്തുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും ഉണ്ടായി. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ദിവ്യബലി മധ്യേ ഇടവകയിലെ തോമസ് നാമധാരികളുടെ സമർപ്പണവും നടന്നു. തീർത്ഥകേന്ദ്രത്തിലെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പുറമെ ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്കായി നേർച്ചയൂട്ടും നേർച്ചപായസവും പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഫാദർ ബിജു പാണേങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ഫാദർ ക്ലിൻ പാണേങ്ങാടൻ, ഫാദർ ജാക്സൺ തെക്കേക്കര എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും റാസ കുർബാനയും നടക്കും. ഇടവക ട്രസ്റ്റിമാരായ PA ഹൈസൺ, ഫ്രാൻസി ചൊവ്വല്ലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, പോൾ KJ, NR ജോയ്, സെക്രട്ടറി ജോയ് ചിറമൽ, PRO ജെഫിൻ ജോണി, പാലയൂർ മഹാസ്ലീഹ മീഡിയ സെൽ പ്രതിനിധികൾ എന്നിവരും വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനകൾ, കുടുംബ കൂട്ടായ്മകൾ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു. ആളപായമില്ല. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്.
വിളാങ്ങാട് മാട്ടുമൽ കണ്ടെയ്നർ സബ്സ്റ്റേഷന് കിഴക്ക് താമസിക്കുന്ന രായിമരക്കാർ വീട്ടിൽ കുന്നുമ്മൽ ഉസ്മാൻ ബുഷറ ദമ്പതികളുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കളയോട് ചേർന്ന പുറകുവശമാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് രാത്രി 10 മണിയോടെയാണ് വീട് തകർന്നത്. അപകട സമയത്ത് ഉസ്മാനും ഭാര്യ ബുഷറയും മകളും ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ പോയതിനാൽ അപകടം ഒഴിവാവുകയായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുളിമുറി തകർന്നു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് നഗറിലെ കുന്നത്ത് പറമ്പിൽ ബിന്ദുവിന്റെ വീടിനോട് ചേർന്ന ഓടുമേഞ്ഞ കുളിമുറിയാണ് തകർന്നു വീണത്. സംഭവ സമയം കെട്ടിടത്തിനകത്ത് ആരുമില്ലാതിരുന്നാൽ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ ഓടുകളും മേൽക്കൂരയും പൂർണ്ണമായി നശിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവരുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഗുരുവായൂരിൽ K ദാമോദരൻ അക്കാദമിയും CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച K ദാമോദരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ KK വത്സരാജ് MLA അധ്യക്ഷത വഹിച്ചു. അജിത് കൊളാടിക്ക് K ദാമോദരൻ സ്മാരക പുരസ്കാരം സമർപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗീതാ ഗോപി MLA, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, CV ശ്രീനിവാസൻ, CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, K ദാമോദരൻ അക്കാദമി സെക്രട്ടറി KK സുധീരൻ, EM സതീശൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ അനന്തനുമെതിരെയാണ് കുന്നംകുളം പോലീസ് IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിയായ യുവതിയുടെ മോർഫ് ചെയ്ത ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് വിവരം യുവതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ യുവാവിനെ തടഞ്ഞു നിർത്തി ഫോൺ പരിശോധിച്ചപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയുടെ ഫോണിൽ നിന്നും 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങൾ നാട്ടുകാർ കണ്ടെത്തി. പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചതായും പ്രതിയെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ പരാതികൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ജീവനക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത പിൻവലിക്കണമെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് തൃശൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധ കൂട്ടധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. NFPE തൃശൂർ ഡിവിഷനിലെ ഭാരവാഹികളും പോസ്റ്റൽ ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുന്നംകുളത്തെ പോസ്റ്റ് ഓഫീസിനെയും അവിടെയുള്ള ജീവനക്കാരെയും അപകീർത്തിപ്പെടുത്തും വിധം വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് NFPE നേതൃത്വത്തിൽ കുന്നംകുളത്ത് കൂട്ട പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സൈദ്ധാന്തിക പ്രായോഗിക തലങ്ങളെ സമന്വയിപ്പിച്ച വിപ്ലവകാരിയാണ് K ദാമോദരൻ എന്ന CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന K ദാമോദരന്റെ 50ാം അനുസ്മരണ വാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിൽ ഊർജം പകർന്ന അതുല്യ വ്യക്തിയായിരുന്നു K ദാമോദരൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാവക്കാട് നഗരസഭ ഹാളിൽ ചേർന്ന ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് V മുരളി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് VD പ്രേംപ്രസാദ്, ചാവക്കാട് നഗരസഭാ കൗൺസിലർ P യതീന്ദ്രദാസ്, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ് എന്നിവർ സംസാരിച്ചു. അകലാട് നിയന്ത്രണം വിട്ട താർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ അപകടം 2 പേർക്ക് പരിക്കേറ്റു. ഗോവ സ്വദേശികളായ പ്രണേഷ് ദിവ്ഗർ, പ്രസനി ദിവ്ഗർ എന്നിവർക്കാണ് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വെച്ചാണ് അപകടം. നിയന്ത്രണം വിട്ട താർ ജീപ്പ് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. വാഹനം ഭാഗികമായി തകർന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ അകലാട് മൂന്നേനി വി കെയർ, ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
പോർക്കുളം കൊങ്ങണൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കൊങ്ങണൂർ താഴിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വ്യാപാര സ്ഥാപനത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഹാൻസ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. 500-ലധികം പാക്കറ്റുകളാണ് സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹയുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വേസ്പര, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് മാർത്തോമയെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി പൗരാണിക ക്രൈസ്തവ കലാരൂപങ്ങളായ കോൽക്കളി, മാർഗംകളി, റമ്പാംപാട്ട്, വഞ്ചിപ്പാട്ട്, സുറിയാനി ഗാനം എന്നിവ ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ അരങ്ങേറി. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6-നും 7:30-നും വൈകുന്നേരം 5:30-നും ദിവ്യബലിയും രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സൂരജ് കാക്കശ്ശേരി സഹകാർമ്മികനായി. പാട്ടുകുർബാനയെ തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നേതൃത്വം നൽകി. സെന്റ് തോമസ് രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണാർത്ഥം നടന്ന ദുക്രാന തിരുനാളിന്റെ ഭാഗമായി നേർച്ച പായസ വിതരണവും ഉണ്ടായി. വൈകിട്ട് 7 മണി മുതൽ 10 മണിവരെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിച്ച ബാൻഡ് വാദ്യം, സ്റ്റേജ് ഷോ പള്ളിയങ്കണത്തിൽ അരങ്ങേറി. ഫൊറോന വികാരി ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മിബിൻ കീറ്റിക്കൽ, കൈക്കാരന്മാരായ MJ ജോഷി, CK ജോയ്, KS ഷാജ, CT സ്പാർട്ടക്സ് എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞിൽ നിന്ന് മോട്ടോർ ബൈക്ക് മോഷ്ടിച്ച കേസ് 2 യുവാക്കൾ അറസ്റ്റിലായി. നാട്ടിക സ്വദേശികളായ ചീരാക്കുളങ്ങര വീട്ടിൽ അനന്തകൃഷ്ണൻ, എടക്കണ്ടിയിൽ വീട്ടിലെ ആകാശ് ബാബു എന്നിവരാണ് പിടിയിലായത്. സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ളതും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ഉപയോഗിച്ചിരുന്നതുമായ മോട്ടോർ സൈക്കിളാണ് പ്രതികൾ മോഷ്ടിച്ചത്. മെയ് 30-നായിരുന്നു സംഭവം. പഴഞ്ഞിയിലുള്ള ബന്ധുവീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനം പ്രതികൾ മോഷ്ടിക്കുകയാണ്. സംസ്ഥാനത്ത് ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ആചരിച്ച ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി KSEB കുന്നംകുളം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ ബഹുജന വൈദ്യുതി സുരക്ഷാ സന്ദേശ റാലി സംഘടിപ്പിച്ചു. ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്ന ഈ വർഷത്തെ പ്രധാന സുരക്ഷാ മുദ്രാവാക്യമുയർത്തിയായിരുന്നു റാലി. കുന്നംകുളം ഡിവിഷനിലെ സേഫ്റ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ഡിവിഷന് കീഴിലെ 11 സെക്ഷൻ ഓഫീസുകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പങ്കെടുത്തു. സുരക്ഷാ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയ ജീവനക്കാർ റാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റാലിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി വൈദ്യുതി സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസുകളും വിതരണം ചെയ്തു. വാരാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങൾ വിവിധ സെക്ഷൻ ഓഫീസുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടത്തിയിരുന്നത്. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ സിന്ധു, ശ്രീജ, ലിജി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്നൂർക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സാരഥികൾക്ക് സ്വീകരണവും വിദ്യാർത്ഥികളെ ആദരിക്കലും വിവിധ ധനസഹായ വിതരണവും നടത്തി. പുന്നൂർക്കുളം ആൽത്തറ മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ നടത്തിയ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൽ ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടറി ജോജി തോമസ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാരഥികളെ ശ്രീനിവാസൻ, രാമചന്ദ്രൻ, സത്യൻ എന്നിവർ ഷാൾ അണിയിച്ച് ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമന്റോ വിതരണവും ഭദ്രം പ്ലസ് സുരക്ഷാ ഫണ്ട്, ചികിത്സാ സഹായ ഫണ്ട്, സൗഭാഗ്യ സമ്മാനം എന്നിവയുടെ വിതരണവും ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു. സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റ് ബോധവൽക്കരണം നടത്തി. ഭരണസമിതി മെമ്പർമാർക്കുള്ള സത്യപ്രതിജ്ഞാ വാചകം ജില്ലാ സെക്രട്ടറി ജോജി തോമസ് ചൊല്ലി നൽകി. ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MV ജോസ്, VK അബ്ദുൾ ഷുക്കൂർ, VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. തിരുനാൾ തലേന്ന് വൈകിട്ട് 5:45 വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ രക്തകുരിശു മണ്ഡപത്തിലെ കൽക്കുരിശ് വിളക്ക് തെളിയിച്ചു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ നേതൃത്വം നൽകി. ഫാദർ സൽജോ വെളിയന്നൂർക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ സഹകാർമ്മികനായി.
ലതിഞ്ഞ്, നൊവേന, തിരുനാൾ പ്രദക്ഷിണം എന്നീ തിരുകർമ്മങ്ങൾക്കു ശേഷം തിരുനാൾ ഊട്ട് നടന്നു. ദുക്രാന തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത്, തോമസ് ചുങ്കത്ത്, കൺവീനർ കിരൺ ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ CL ആൻഡോ, ജോഫി ബാബു, മിഷ സെബാസ്റ്റ്യൻ, സ്റ്റെയ്സി, സിസ്റ്റർ ഷാനി എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ തോമസ് നാമധാരികളെ പൂക്കൾ നൽകി ആദരിച്ച് പ്രാർത്ഥിച്ചു. ഊട്ടുനേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖാന തിരുനാൾ ശുശ്രൂഷകൾ നടന്നു. പ്രധാന തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതിഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, വള വെഞ്ചിരിപ്പ് എന്നിവയുണ്ടായി. തുടർന്ന് രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ നിഖിൽ തച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണമുണ്ടായി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വള പ്രദക്ഷിണങ്ങൾ രാത്രി 8:30 പള്ളിയിൽ എത്തിച്ചേർന്നതോടെ പ്രധാന തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമായി. തിരുനാളിന്റെ നേർച്ചയായുള്ള 8ാം ഇടം ചടങ്ങുകൾ വരും ഞായറാഴ്ചയായ ജൂലൈ 12 നടക്കും. തിരുനാൾ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുക്രാന പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, തുടർന്ന് കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ആശീർവാദം, കൈമുത്ത്, നേർച്ച എന്നിവയുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഫാദർ TC ജാക്കോബ്, അസിസ്റ്റന്റ് വികാരി ഫാദർ കുര്യാക്കോസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLAയുമായിരുന്ന PA മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റി സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസ്, BJP പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ നമ്പഴിക്കാട്, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു, പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AM മൊയ്തീൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബിൻ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ TI ജോബി, മുൻ ബാങ്ക് ഡയറക്ടർ TL ലോനപ്പൻ, കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ വത്സൻ ജോർജ്, രവി മറ്റം, CA തോമസ്, മഹിളാ കോൺഗ്രസ് നേതാവ് ഷെൽജ ബൽറാം എന്നിവർ സംസാരിച്ചു. മാലൂർ മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെബാസ്റ്റ്യൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അക്ബർ, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം CT പോൾ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VP ലീല, BJP മണ്ഡലം സെക്രട്ടറി മുരളി, മുൻ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, സച്ചിൻ പ്രകാശ്, കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മോസിൻ, കേച്ചേരി GLP സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റെല്ല, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, INTUC നേതാക്കളായ MA സുബേർ, ഷക്കീർ, നസീർ കേച്ചേരി എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം സമഗ്ര കുടിവെള്ള മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി തയ്യാറാക്കുന്ന സമഗ്ര കുടിവെള്ള മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ തുടക്കം കുറിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, ഗ്രേസി ജേക്കബ്, CL ജോൺസൺ, ആൻഡോ ലിജോ, സിജി മോഹൻദാസ്, സിനി പ്രസാദ്, MP സജീബ്, IN സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, സജിത കുർണി, കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PA സുമ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ KP പ്രസാദ്, വിന്നി പോൾ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG സജിത്ത് എന്നിവർ സംസാരിച്ചു. 3 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിന്റെ രൂപരേഖ തയ്യാറാക്കി.
പാവർട്ടി മുല്ലശ്ശേരി കുടിവെള്ള പദ്ധതി പ്രവർത്തനം പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും നാട്ടിക ഫെർക്ക കുടിവെള്ള പദ്ധതിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും മണലൂരിലെ വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി വൈകാതെ കമ്മീഷൻ ചെയ്യുമെന്നും യോഗം വിലയിരുത്തി. മണലൂർ മണ്ഡലത്തിൽ നിലവിലുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതികളുടെ നവീകരണ നിർദ്ദേശങ്ങളും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. ചൂണ്ടൽ ചിറപ്പറമ്പ് മാമ്പറ്റ ഭാനുമതിയുടെ വീട്ടിൽ വെളിച്ചമെത്തിച്ച് KSEB കൂനമുച്ചി സെക്ഷൻ ജീവനക്കാരുടെ കാരുണ്യസ്പർശം. വീട്ടിലേക്ക് ലൈൻ വലിക്കുവാനുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള വൈദ്യുതി കണക്ഷന് ആവശ്യമായ പണം ജീവനക്കാർ സ്വരൂപിച്ച് നൽകിയാണ് ഭാനുമതിയുടെ ഭവനത്തിൽ വെളിച്ചമെത്തിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു, സീനിയർ സൂപ്രണ്ട് ടെസി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ചിത്ര, സബ് എഞ്ചിനീയർമാരായ ലിജിത്ത്, ശ്രീതു, ഓവർസിയർമാർ, ലൈൻമാൻമാർ തുടങ്ങിയവർ ഭവാനിയുടെ വീട്ടിൽ പ്രകാശമെത്തുന്നതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. BPL കണക്ഷൻ നൽകുന്നതിന് നിയമതടസ്സങ്ങൾ മൂലം ഇരുട്ടിലായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന ഭവാനി. ജീവനക്കാരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് കണക്ഷൻ നൽകുവാൻ സഹായകരമായത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ദേശീയപാത അധികൃതർ അശാസ്ത്രീയമായി നിർമ്മിച്ച സർവീസ് റോഡിൽ NHI കരാറുകാരുടെ ടോറസ് ലോറി തന്നെ ചാടി അപകടമുണ്ടായി. സംഭവത്തെ തുടർന്ന് ലോറി ചെരിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടുകൂടിയാണ് മന്നലാങ്കുന്ന് ദേശീയപാത സർവീസ് റോഡിൽ ടോറസ് ലോറി ചെരിഞ്ഞത്. മന്നലാങ്കുന്നിലെ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന AKG റോഡ് നിവാസികൾക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനായി റോഡ് ഉയർത്തുവാൻ മെറ്റലുമായി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി AKG റോഡ്, ചക്കോലയിൽ റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഇവിടെ യാതൊരു സുരക്ഷയുമില്ലാതെ റോഡ് ഉയർത്തുകയും ചെയ്തിരുന്നു. അരികുഭിത്തി കെട്ടാതെ 2 അടി ഉയരത്തിൽ ചെറിയ കല്ലുകളിട്ടുയർത്തി അതിനു മുകളിലാണ് ടാർ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ പലപ്പോഴും വാഹനങ്ങൾ റോഡരികിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. നിരവധി തവണ അധികൃതരോട് ഇതേപ്പറ്റി പറഞ്ഞിരുന്നെങ്കിലും ഒരു പ്രശ്നപരിഹാരവും ചെയ്തിരുന്നില്ല. റോഡ് ഉയർത്തിയതോടെ സർവീസ് റോഡിലെ വെള്ളം മുഴുവനും AKG റോഡ് പരിസരത്തുള്ള വീട്ടുപറമ്പുകളിലേക്കും വീടുകളിലേക്കുമാണ് കയറിയത്. ഇത് വീണ്ടും പ്രദേശവാസികളുടെ ദുരിതത്തിനും പ്രതിഷേധങ്ങൾക്കും കാരണമായി. ഇവരുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് AKG റോഡ് ഉയർത്താൻ അധികൃതർ തയ്യാറായത്. ഇതിനുവേണ്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മെറ്റലുമായി വന്ന ശിവാലയ കരാർ കമ്പനിയുടെ ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ദീർഘനേരത്തെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി പൊക്കി റോഡിലേക്ക് കയറ്റിയത്. ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. യതീന്ദ്രദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത്ത് കുമാർ, നഗരസഭാ കൗൺസിലർമാർ, നഗരസഭ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ശശീന്ദ്ര S തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോട്ടപ്പടിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സ്റ്റോറീസ് കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി. കോട്ടപ്പടി RCUP സ്കൂൾ പരിസരം തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളും നായപ്പേടിയിലാണ്. ആരാധന നടക്കുന്ന സമയത്ത് ആളുകളുടെ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുപോകുന്നതായും പരാതിക്കാർ പറഞ്ഞു. കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ ഗുരുവായൂർ നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷാനി റിജിക്ക് നിവേദനം കൈമാറി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ചൂണ്ടൽ കൃഷിഭവൻ അങ്കണത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈലജ പുഷ്പാകരൻ, ജൂലറ്റ് വിനു, സച്ചിൻ പ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സവിത ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ ഭുവന, കൃഷി അസിസ്റ്റന്റ് യമുന എന്നിവർ സംസാരിച്ചു. കേരള ഗ്രാമീണ ബാങ്ക് ചൂണ്ടൽ ശാഖാ മാനേജർ ശുഭ നയിച്ച സെമിനാറും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി നടന്നു. വിവിധതരം നടീൽ വസ്തുക്കൾ, അലങ്കാര സസ്യങ്ങൾ, സൂക്ഷ്മമൂലകങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, വളർച്ചാ ഉപാധികൾ തുടങ്ങിയവയുടെയും ചൂണ്ടൽ കൃഷിഭവൻ ആഴ്ചച്ചന്തയുടെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും
ചൊവ്വന്നൂർ കാർഷിക സേവന സംഘത്തിൻ്റെയും വിപണന കേന്ദ്രങ്ങളും ചന്തയിൽ സജ്ജമാക്കിയിരുന്നു. ചന്തയിലെത്തുന്നവർക്ക് സൗജന്യമായി പച്ചക്കറി തൈ വിതരണം നടത്തി. ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡീക്കൻ ബ്രദർ സോജിൻ പീറ്ററിന്റെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ ഭാഗമായി കുനുമുച്ചി ഇടവകയിൽ ബൈബിൾ പകർത്തിയെഴുത്ത് പദ്ധതിക്ക് തുടക്കമായി. കുടുംബ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറൂക്കി നിർവഹിച്ചു. ബൈബിൾ പകർത്തി എഴുതുവാനുള്ള പേപ്പർ 18 യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നവംബർ 11-നാണ് ഡീക്കൻ സോജിൻ പീറ്ററിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കാൻ ആത്മീയ ഒരുക്കങ്ങളോടെ ഇടവക സമൂഹം ഒന്നടങ്കം തയ്യാറെടുക്കുകയാണ്. ചടങ്ങിൽ ഡീക്കൻ ക്രിസ്റ്റി, കേന്ദ്രസമിതി പ്രസിഡന്റ് AJ ജോൺസൺ, ട്രഷറർ സാബു തരകൻ, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, KV ജോയ്, ജോഷി വർഗീസ്, MK റെജി എന്നിവർ സംബന്ധിച്ചു. 18 യൂണിറ്റുകളിലെ മുഴുവൻ കുടുംബങ്ങളുടെയും പങ്കാളിത്തത്തോടെ 18 യൂണിറ്റുകൾ എഴുതി പൂർത്തിയാക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമർപ്പണം തിരുപ്പട്ട ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള ഇടവകയുടെ ഏറ്റവും വലിയ ആത്മീയ ഉപഹാരമായി മാറും. കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ചാവക്കാട് IDC ഹാളിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് MP കുട്ടന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KM ബീരാൻ, ട്രഷറർ പ്രേമൻ ചാവക്കാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ, ചാക്കോ, മുഹമ്മദ് അലി, അബ്ദുൾ റഷീദ്, ഷമീർ, ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ഇടവക ദിനവും വിശ്വാസ പരിശീലന വാർഷികവും ആഘോഷിച്ചു. തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഡോക്ടർ സൈജോ തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. ചടങ്ങിൽ കുടുംബ കൂട്ടായ്മ നേതൃരംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച ഡോക്ടർ NV ആന്റണി മാസ്റ്ററെ, എരുമപ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് KT സിൻഡോ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജെമി ജേക്കബ്, EL ജോൺസൺ, ലീന യോഹന്നാൻ, ജോഷി തേർമടം, ഡോൺ ജോൺസൺ, പിൻഡോ പോൾ, യോഹന്നാൻ പുത്തൂർ, വിനീത സേവ്യർ, മനോജ് സേവ്യർ, CC യേശുദാസ്, ഡാലിയ പയസ് എന്നിവർ സംസാരിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കുറുമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. CEO PP യേശുദാസ്, സിസ്റ്റർ CJ സോഫി, C നീതു, സനോജ് ഗോപി, വില്യംസ് പോൾ, വർഷ V തരകൻ, VJ കെൽവിൻ, PK തമ്പി, K സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. കേരള മാപ്പിള കലാ അക്കാദമി ചാവക്കാട് താലൂക്ക് ചാപ്റ്ററും എടക്കഴിയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര മ്യൂസിക് ക്ലബ്ബും ചേർന്ന് ലഹരിക്കെതിരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതം ലഹരിയാക്കൂ എന്ന പ്രമേയത്തിലാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 5-ന് ഞായറാഴ്ച പുന്നയൂർ പഞ്ചായത്ത് പരിധിയിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ രാവിലെ 9-ന് വടക്കേ പുന്നയൂരിൽ നിന്ന് ആരംഭിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം ചെയ്യും. വടക്കേകാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PP ജസ്റ്റിൻ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യും. കരോക്കെ ഗാനമേളയുടെ അകമ്പടിയോടെ നടത്തുന്ന വാഹന പ്രചരണ ജാഥ 10:30-ന് കുരഞ്ഞിയൂർ, 11:30-ന് എടക്കര പഞ്ചായത്ത് ഓഫീസ്, 2 മണിക്ക് തെക്കേ മദ്രസ അയ്യപ്പൻകാവ്, 3 മണിക്ക് മന്നലാങ്കുന്ന് ബീച്ച്, 4 മണിക്ക് D സോൺ 4-ാം കല്ല് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി 5 മണിക്ക് പഞ്ചവടി ബീച്ചിൽ സമാപിക്കും. സമാപന പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് MK ഷഹർബാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്ക് പഞ്ചവടി ബീച്ചിലാണ് സമാപനം നടക്കുന്നത്. പഞ്ചവടി ബീച്ചിൽ സമാപന സമ്മേളനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷെഹർബാൻ നൌഷാദ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് തുടങ്ങി മറ്റു ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എക്സൈസ് ഉദ്യോഗസ്ഥരും ആ പരിപാടിയിൽ സംബന്ധിക്കും. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ അതത് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കൂടിയിട്ടാണ് സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി RV ബഷീർ, സംഘാടക സമിതി ചെയർമാൻ അസീസ് മന്നലാങ്കുന്ന്, വൈസ് പ്രസിഡന്റ് അഷ്റഫ് വാര്യങ്ങാട്, ട്രഷറർ ബഷീർ മാരാത്ത്,
മുഖ്യരക്ഷാധികാരി മജീദ് കടവന്തോട് എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GFUPS സ്കൂൾ ഡിജിറ്റൽ സ്കൂൾ പത്രം ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ CA ഗോപപ്രതാപൻ പ്രകാശനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് PK റംല, അബ്ദുൾ സലീം MK, എഡിറ്റർ ഫാത്തിമ VA, അംഗങ്ങളായ അൽഹന KS, ഫൈഹ, ഹനാൻ, മുഹമ്മദ് തൽഹത്ത്, മുഹമ്മദ് അയ്യൂബ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,475 രൂപ, സ്വർണം പവന് 1,07,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചർമ്മം കൊരട്ടിക്കര മടപ്പാട്ടിൽ മണിശ്ശേരി നാരായണൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജയയാണ് ഭാര്യ. നിതീഷ്, നിഖില എന്നിവർ മക്കളാണ്. കട്ടകമ്പാൽ വടക്കേ തലക്കൽ പരേതനായ വർഗീസ് ഭാര്യ തങ്കമണി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാട്ടാകമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതനായ റെജി, ഷാജി, സിജി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി MG റോഡിൽ ചീരൻ പരേതനായ മാത്തുമകൻ അപ്പു നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ലില്ലിയാണ് ഭാര്യ. ഷീജ, ഷീബ, ഷിജു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന പാതയിൽ അപകടത്തുരുത്തായി അക്കിക്കാവ് മേഖല. കമ്പിപ്പാലത്ത് വീണ്ടും അപകടം. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണ നടപടികളും അടിയന്തരമായി ഒരുക്കണമെന്ന് നാട്ടുകാർ. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ദുഃഖാന ഊട്ടുതിരുന്നാൾ ഭക്തി നിർഭരം. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ. ചാവക്കാട് മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ മരങ്ങൾ കത്തി നശിച്ചു. പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:15 സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പണം വാങ്ങി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ സ്വദേശി 25 വയസ്സുകാരൻ അനന്തുനെതിരെയാണ് പോലീസ് IT ആക്ട് പ്രകാരം കേസെടുത്തത്. ഇയാളുടെ കയ്യിൽ 40ഓളം കുടുംബങ്ങളിലെ 70ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ടെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.